വളരെ പ്രധാനമായി അറിയേണ്ടത് അന്വേഷണ സംഘം സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടില്ല. പക്ഷേ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു മനസ്സിലാക്കുന്ന മറ്റു പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിനകത്ത് സ്ഫോടന പരമ്പരകൾ നടത്താൻ ആസൂത്രണം ചെയ്തതിന് പിടിയിലായ ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകമെന്നുള്ളത് ഈ ഭീകരവാദത്തിന് ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഷെഹ്സാദ് ഭാട്ടി ഭീകര ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ ആയുധം ഉപയോഗിക്കുന്നതിൻ്റെയും അവരുടെ ആഡംബര ജീവിതത്തിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ റീൽസുകളാക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന, അതിനെ ലൈക്ക് ചെയ്യുന്ന, അതിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളുമായി ചാറ്റ് ചെയ്തുകൊണ്ട് അവരെ ഭീകരവാദത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണ്ടെത്തിയത്. ഇത്തരം അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണ്. ഈ പോലീസിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ നിരവധി സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള തുടർ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ സ്വീകരിച്ചു വരികയാണ്. നിലവിൽ പിടിയിലായിട്ടുള്ള 253 ഭീകരർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ ഷെഹ്സാദ് ഭാട്ടി ഭീകര ഗ്രൂപ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സന്ദേശം എന്നുള്ളത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യക്കകത്ത് പൊതു ഇടങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസ് സ്റ്റേഷനുകൾ, അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തുക എന്നുള്ള നിർദ്ദേശമായിരുന്നു ഈ ഭീകരർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ വലിയ ഭീകരാക്രമണം നടത്തുന്നതിന് മുൻപേ തന്നെ ആ ഗൂഢാലോചന പൊളിച്ചുകൊണ്ട് ഭീകര ശൃംഖലയെ അറസ്റ്റ് ചെയ്യാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു. നിലവിൽ അതിന്റെ തുടരന്വേഷണം ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഭീകരർക്ക് കൃത്യമായിട്ടുള്ള പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത്. 14 സംസ്ഥാനങ്ങളിൽ നിന്നായാണ് 253 ഭീകരരെ അറസ്റ്റ് ചെയ്തത്. അവർക്ക് പ്രാദേശികമായി സാമ്പത്തിക സഹായം, സ്ഫോടന വസ്തുക്കൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനും താമസിക്കുന്നതിനുമെല്ലാം പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഈ കേസിലുണ്ടാകും. കൂടാതെ ഷെഹ്സാദ് ഭാട്ടിക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഇതിനോടകം തന്നെ UAPA വകുപ്പ് പ്രകാരം നിരവധി വ്യക്തികളെയും സംഘടനകളെയും ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ ഈ ഷെഹ്സാദ് ഭാട്ടിയെയും ഗ്രൂപ്പിനെയും ഭീകരരായി പ്രഖ്യാപിക്കാനുള്ള ഔദ്യോഗിക നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ സ്ഫോടന പരമ്പരകൾ നടത്താനുള്ള ഗൂഢാലോചനയെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ ചാരസംഘടന ISIയും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും ഷെഹ്സാദ് ഭാട്ടി ഗ്രൂപ്പും ചേർന്നുകൊണ്ടാണ് ഈ തരത്തിലൊരു ഗൂഢാലോചന രാജ്യത്തിനകത്ത് നടത്തിയത്. KK